Hello friends, welcome to Raji's Vlogs. ഇന്ന് എല്ലാവർക്കും നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനൊരു പറഞ്ഞിരുന്നു മന്ത്ലി നമ്മളൊരു ഗിവ് അവേ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ലെൻസ് ഗിവ് അവേ കൂടാതെയുള്ള മന്ത്ലി ഒരു ചെറിയ പാരിതോഷികം എന്ന് വേണമെങ്കിൽ പറയാം. വലിയ എമൗണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും അല്ല. നമ്മളൊരു ആമസോൺ ഗിഫ്റ്റ് വോച്ചറാണ് മന്ത്ലി തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് നമ്മൾ പകുതിയായി. അപ്പോൾ ഓഗസ്റ്റ് 15 മുതലുള്ള ഡേറ്റിലെ കമൻസും അതുപോലെ തന്നെ സെപ്റ്റംബറിലെ ഫുൾ കമൻസും അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയാം നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒക്ടോബറിലായിരിക്കും ആദ്യത്തെ ഗിവ് അവേ. അതുപോലെ ഇത് എല്ലാ മാസത്തിൻ്റെ ആദ്യം നമ്മുടെ ഗിവ് അവേ നടത്തുന്നതായിരിക്കും. അതിങ്ങനെ ഇൻഫിനിറ്റായിട്ട് പോകും. ഏതെങ്കിലും ഒരു അനൗൺസ്മെൻറ്റ് നമ്മൾ നടത്തുകയാണെന്ന് പറയുന്നിടം വരെ എല്ലാ മാസവും ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയൊരു ആമസോൺ ഗിഫ്റ്റ് വോച്ചറാണ്. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു, എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സബ്സ്ക്രൈബറെ കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്കിതിൽ 2 വഴിയേ ഉള്ളൂ, വേറെ രീതിയിലൊന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കിയാൽ ജസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് നോക്കാം. പല ആൾക്കാരുടെയും കമൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് നമുക്ക് ആ കമൻസിലൂടെ കടക്കാം. ഈ ഒരു സംഭവം നമുക്ക് ഇതിൻ്റെ കമൻസ് ഒന്ന് നോക്കാം. അടുത്ത മാസം മുതൽ തരുന്ന കമൻസ്. പിന്നെ കുറേ ആൾക്കാർ ജോക്കായിട്ട് എനിക്ക് തന്നേക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ നമുക്കുള്ളത് കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ നമുക്ക് മെയിനായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടുതൽ ആൾക്കാരുടെ അഭിപ്രായം അത് തന്നെയാണ്. പക്ഷേ ഞാനത് കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇതിനകത്തില്ല, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ, നമ്മൾ ഇപ്പോൾ ഒരു ക്രിയേറ്റർ എന്ന രീതിക്ക് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ചാനൽ ഇടുമ്പോൾ നമുക്കൊരു യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ സംഭവത്തിൻ്റെ ബാക്ക് എൻഡ് നോക്കിയാൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ കമൻസിലേക്ക് ഞാൻ വരുന്നു. കമൻസിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ചെറിയ ബോക്സ് കാണും, ഓരോ ആൾക്കാരുടെയും പേരുണ്ട്. ഇപ്പം നന്ദൂസ് ഫോട്ടോഗ്രാഫി വ്ളോഗ്സ് 4 മാസമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവം ഞാൻ നോക്കുന്നില്ല. അതായത് എത്ര മാസമായിട്ട് ഫോളോ ചെയ്യുന്നു, എത്ര വർഷമായിട്ട് ഫോളോ ചെയ്യുന്നു, അത് നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ പുതിയ ആളാണെങ്കിലും പഴയ ആളാണെങ്കിലും നിങ്ങൾക്കിത് ഗിഫ്റ്റ് വോച്ചർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ നോക്കുന്ന ഇതാണ്, ഈ ഒരു സംഭവം ടോപ്പ് കമൻറ്റർ എന്ന് പറയുന്നൊരു ബട്ടൺ. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ നമുക്ക് എൻ്റെ ചാനലിൽ എനിക്ക് നിങ്ങളുടെ കമൻറ്റുകൾ ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലവ് സിമ്പൽ, ലവ് ഹാർട്ട് കൊടുക്കാം. അപ്പോൾ ഈ 2 സംഭവത്തിലൊന്ന് എനിക്ക് ക്ലിക്ക് ചെയ്യാം. ഞാൻ ഇതുവരെ മിക്ക നമ്മളുടെ കമൻസിന് ഞാൻ ഹാർട്ടും ലൈക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി മുതൽ മുൻപോട്ട് നല്ല കമൻറ്റുകൾക്ക്, അതായത് ബാക്കിയുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന കമൻറ്റുകളാണെങ്കിൽ മാത്രമേ ഈ ഹാർട്ട് കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഹാർട്ട് കൊടുക്കുന്ന ആൾക്കാർ ഓരോ വീഡിയോയുടെയും താഴെ വരുന്ന കമൻസിൽ ഹാർട്ട് സിമ്പിൾ, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ലൈക്ക് കൊടുക്കുന്നവരെ നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഹാർട്ട് സിമ്പിൾ കൊടുക്കുന്ന ആൾക്കാരുടെ പേര് നോട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാ വീഡിയോയ്ക്കും. അതുപോലെ ഒരു മാസത്തെ വീഡിയോകളിൽ നമ്മൾ മാക്സിമം 15 വീഡിയോ കൂടുതൽ ഇടത്തില്ല, 10 വീഡിയോ ചിലപ്പോൾ കാണത്തുള്ളൂ ഒരു മാസം. അപ്പോൾ ഈ 10 വീഡിയോയിലും കമൻറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ഇട്ടിരിക്കുന്ന ആൾ. പക്ഷേ ഒരു വീഡിയോയിൽ ഒന്നിൽ കൂടുതൽ കമൻറ്റ് ഇടുന്നത് നമ്മൾ പരിഗണിക്കുന്നില്ല. ഒരു വീഡിയോയിൽ നിങ്ങൾ ഒരു കമൻറ്റ് കൂടുതൽ ഇടുന്ന കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ ഈ നിങ്ങളുടെ എല്ലാ വീഡിയോയിലും കമൻറ്റ് ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ പോയിൻ്റ്. ഒന്നാമത്തെ പോയിൻ്റ്, നമുക്കിതുപോലെ ഹാർട്ട് കൊടുത്തിരിക്കുന്ന കമൻറ്റാണോ. ഇപ്പോൾ യൂട്യൂബിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഒരു സിമ്പൽ വരും, ഈ ഹാർട്ടിൻ്റെ ഒരു സിമ്പൽ യൂട്യൂബിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു പ്രിഫറൻസ്, ഒരു +1 പോയിൻ്റ് നമ്മൾ കൊടുക്കും. അതുകൂടാതെ ഏറ്റവും കൂടുതൽ കമൻസ് നിങ്ങൾ കൊടുത്തിട്ടുള്ള വ്യക്തിയാണോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടുന്ന ആളുകളിൽ നിന്ന്, ഇപ്പോൾ ഒരു 10 വീഡിയോ ഇട്ടതിൽ 10ലും കമൻറ്റ് ഇട്ടാൽ 10 പേര് കാണുമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഹാർട്ട് കൂടുതലുള്ള ആരാണോ അവരെ നോക്കും. അത് നോക്കിയിട്ട് അവരിൽ നിന്ന് ഒരാൾക്കായിരിക്കും നമ്മൾ ഈ മന്ത്ലി ഗിഫ്റ്റ് വോച്ചർ കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ട് അത്രയില്ല, അതുപോലെ യൂട്യൂബിൽ നിന്നും വലിയ വരുമാനവും കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയ തോതിലായിരിക്കും ഗിഫ്റ്റ് വോച്ചർ കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ 500 ആയിരിക്കും. 500ൻ്റെ ഗിഫ്റ്റ് വോച്ചറാണ് നമ്മൾ എല്ലാ മാസവും കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ചാനൽ വളർന്നു കഴിഞ്ഞാൽ, അതുപോലെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടി യൂട്യൂബ് വരുമാനം കൂടിയാൽ അതിനനുസരിച്ചുള്ള ആമസോൺ ഗിഫ്റ്റ് വോച്ചർ നിങ്ങൾക്ക് മന്ത്ലി പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മന്ത്ലി ഗിവ് അവേ. വേറെ പരിഗണനകളൊന്നും ഇതിനകത്തില്ല. നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ട, കോമ്പറ്റീഷൻ ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം ചെയ്യുക. അതിനനുസരിച്ച് നമ്മളുടെ ഒരു താങ്ക് യു നോട്ട് പോലെ നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് വോച്ചർ നിങ്ങളിൽ ഒരാൾക്ക് എല്ലാ മാസവും തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. മാക്സിമം ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരെ ചാനലിലേക്ക് കൊണ്ടുവരിക.
കമൻറ്റ്സ് ഇടാൻ മറക്കാതിരിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഫോട്ടോഗ്രാഫി, ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം മുതലായ കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.